പരമോന്നത റിപ്പബ്ലിക് ആയതിന്റെ ഓർമ്മ പുതുക്കി രാജ്യം ഇന്ന് 68ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു. രാജ്പഥിൽ രാഷ്ട്രപതി പതാക ഉയർത്തിയതോടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിന് ഔദ്യോഗിക തുടക്കമായി. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ നഹ്യാനായിരുന്നു റിപ്പബ്ലിക് പരേഡിലെ മുഖ്യാതിഥി. എന്നാൽ റിപ്പബ്ലിക് പരേഡിൽ നിന്ന് കേരളത്തിന്റെ നിശ്ചല ദൃശ്യം കേന്ദ്രം ഒഴിവാക്കി. അതേസമയം പാക് അധിനിവേശ കശ്മീരിൽ മിന്നലാക്രമണം നടത്തിയ സൈനികർക്ക് കീർത്തിചക്ര സമ്മാനിച്ചു. രാജ്പഥിൽ രാഷ്ട്രപതി പ്രണബ് മുഖർജി പതാക ഉയർത്തിയതോടെ ഇന്ത്യയുടെ 68ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിന് ഔദ്യോഗിക തുടക്കമായി. ധീരസൈനികർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമർ ജവാൻ ജ്യോതിയിൽ പുഷ്പാർച്ചന നടത്തി. അബുദാബി കിരീടാവകാശിയും UAE ഉപസർവ സൈന്യാധിപനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ നഹ്യാനായിരുന്നു റിപ്പബ്ലിക് പരേഡിലെ മുഖ്യാതിഥി. വിജയ് ചൌക്കിൽ നിന്ന് ചെങ്കോട്ട വഴി ഇന്ദ്രപ്രസ്ഥത്തിന്റെ രാജവീതിയിലൂടെയുള്ള പരേഡ് ഇന്ത്യയുടെ സൈനിക ശക്തിയും സാംസ്കാരിക വൈവിധ്യവും വിളിച്ചോതുന്നതായിരുന്നു. പ്രതിരോധ ആഭ്യന്തര മന്ത്രിമാർക്കൊപ്പം സർവ്വസൈന്യാധിപനായ രാഷ്ട്രപതിയെ അഭിവാദ്യം ചെയ്ത് കര, നാവിക, വ്യോമസേന പ്രകടനങ്ങൾ പരേഡിൽ അണിനിരന്നു. 144 അംഗ നാവിക സംഘത്തെ തലശ്ശേരി സ്വദേശി ലഫ്റ്റനന്റ് കമാൻഡന്റ് അപർണ നായരും വ്യോമ വിഭാഗത്തെ ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് ദൃശ്യനാഥും നയിച്ചു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ദീർഘദൂര പീരങ്കി ധനുഷും തേജസ് എയർക്രാഫ്റ്റും പരേഡിൽ ശക്തി വിളിച്ചോതുന്നതായി. 149 അംഗ UAE സൈനിക വിഭാഗവും റിപ്പബ്ലിക് പരേഡിൽ ഭാഗമായി. ആദ്യമായാണ് ഒരു അറബ് രാജ്യത്തിന്റെ സൈനിക സംഘം റിപ്പബ്ലിക് പരേഡിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യയുടെ NSG സംഘവും ആദ്യമായി പരേഡിൽ പങ്കെടുത്തു. സാംസ്കാരിക വൈവിധ്യം വിളിച്ചോതി 17 സംസ്ഥാനങ്ങളുടെയും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും നിശ്ചല ദൃശ്യങ്ങൾ പരേഡിൽ വർണ്ണാഭമായി. എന്നാൽ കേരളത്തിന്റെ ആശയം കേന്ദ്രം തള്ളിയതോടെ കേരളത്തിന്റെ നിശ്ചല ദൃശ്യം പരേഡിൽ ഉണ്ടായില്ല. പരേഡിൽ വ്യോമാക്രമണ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് മുന്നറിയിപ്പിൽ പഴുതടച്ച സുരക്ഷയിലായിരുന്നു റിപ്പബ്ലിക് പരേഡ്. ന്യൂസ് ബ്യൂറോ, ദില്ലി.